ഹലോ ഹലോ എടാ നീ എവിടെയാ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഹലോ 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 സാമേ ഹലോ. എടാ വാ വാ വാ, ഞാൻ കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഹലോ മച്ചാനെ ദൈവരുന്നു. ഓ മച്ചാനെ എടാ എവിടെയാ? എത്ര നേരം ബ്ലോക്കായിരുന്നു. സ്പോട്ട് നോക്കിയോ? സ്പോട്ട് നോക്കിയോ? മച്ചാന്റെ കടയിൽ തന്നെ പോവാം. ചേട്ടാ 2 ചായ സ്ട്രോങ് മധുരം കൂട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചെയ്തിട്ട് ആള് മധുരം ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടല്ല നമ്മളിപ്പോ കൂട്ടി പറഞ്ഞേക്കും. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ആരാനെ? ആരാധന കുഴപ്പമില്ലായിരുന്നു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളെ ഇന്ന് ഭയങ്കര പൊളിയാണ്. കാര്യം ഇന്ന് പ്രസംഗമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മൊത്തം പാട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് ബോറിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് എന്തുവാ, ഞങ്ങളുടെ അവിടെയൊക്കെ പാട്ടുണ്ട്, സാക്ഷ്യമുണ്ട്, പ്രസംഗമുണ്ട്. പിന്നെ തോമാച്ചായന്റെ സാക്ഷ്യം മാത്രമായിരുന്നു ഇച്ചിരി ബോർ. അതൊരാൾക്ക് മണിക്കൂർ കഴിഞ്ഞാൽ നിർത്തത്തുമില്ല. അല്ല ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അവിടെ ബോറാണെന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ അവിടെ വരണം. അങ്ങനല്ല പറയുന്നത്, അങ്ങനല്ല. ഞാൻ ഒരു കാര്യം പറയാം. നീ ശരിക്കുള്ള ആരാധന കൂടിയിട്ടില്ല. നീ ഒരാഴ്ച ഞങ്ങളുടെ കാണിച്ചത് എങ്ങനെ ആരാധന. അളിയ ഒരു കാര്യം, നീ ആദ്യം ഞങ്ങളുടെ ആരാധനയിലും അവിടെ അവിടെ നടക്കുന്ന ആത്മീയ പകർച്ച നീ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ ആരാധനയിൽ വരാം. നിങ്ങളുടെ അവിടെ പകർച്ചയായിരിക്കും, ഞങ്ങളുടെ അവിടെ ഒഴുക്കാൻ. അടുത്ത ആഴ്ച ഞങ്ങളുടെ അവിടെ വാ, എന്നിട്ട് നോക്ക്. ശരി, അടുത്ത ആഴ്ച ഞാൻ മച്ചാന്റെ ചർച്ച, മച്ചാൻ അതിന്റെ അടുത്ത ആഴ്ച നമ്മുടെ ചർച്ച. ന്യൂജൻ സഭാ വിശ്വാസിയർ, നിങ്ങൾ കണ്ടതാണ് പാരമ്പര്യ പെന്തക്കോസ്ത് സഭാ വിശ്വാസിയായ ടോണിക്കുട്ടനും ന്യൂജൻ സഭാ വിശ്വാസിയായ ഗബ്രിയേലും. അവരുടെ ഡീൽ പ്രകാരം ഇരുവരും ഇന്ന് ടോണിക്കുട്ടന്റെ സഭയിലേക്ക് ആരാധനയ്ക്ക് കടന്നു പോവുകയാണ്. ശേഷം സഭയിലെ കാഴ്ചയിലേക്ക്. ആരും വിഷമിക്കില്ലേ, ശനിയാഴ്ച കസേരയിൽ ആരും വന്നില്ല, അതുകൊണ്ടാ. ഹലോ പാസ്റ്റർ, ഞാനൊരു കാര്യം പറയാനായിരുന്നേ. എനിക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല. അർജന്റായിട്ട് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാസ്റ്റർ ഒഴിവാക്കാൻ പറ്റത്തില്ല. കോടികളുടെ ബിസിനസ്സാണ്. ഭാര്യയും മക്കളൊക്കെ വരുമോ? ഓ പക്ഷേ അവളെ എഴുന്നേറ്റിട്ടില്ല. വേൾഡ് കപ്പ് ഒക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം. ക്ഷീണമാണ്. എഴുന്നേക്കുവാണെങ്കിൽ അങ്ങ് എത്തിയേക്കും. പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞാൻ പ്രാർത്ഥിക്കാം. കൂടാതെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇത് 6 ദിവസം പണിയെടുത്ത് 7ാമത്തെ ദിവസം നമുക്ക് ഇവിടെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അതൊക്കെ നമ്മള് അപ്പൊ ദൈവം അപ്പൊ എന്താ പറഞ്ഞു?
ആ പറഞ്ഞോ. പക്ഷേ ഇന്ന് എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സഹോദരൻ വരാൻ പറ്റില്ലേ? അതിന്റെ പ്രശ്നം സഹോദരനൊന്നുണ്ട്. ഇതിപ്പോ നേരത്തെ വേറെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ വരാൻ പറ്റില്ല. നമ്മള് കൂട്ടായ്മ അങ്ങനെ മുടക്കാറില്ല. പ്രകാരമില്ല. എന്ത് പറ്റി? ഇന്ന് അർച്ചന്റെ മീറ്റിംഗ് ഉണ്ട്. ഒരു മാസത്തോട്ട് വന്നില്ലായിരുന്നു. ഇതും മീറ്റിംഗ് ആണോ? ഈ 10ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. വളരെ നല്ല വർഷങ്ങളുടെ ഓർമ്മയുണ്ട്. പഴയ ജാനകിയൊക്കെ വരുന്നുണ്ട്. ബസ് പ്രാർത്ഥിക്കണം ആ മീറ്റിങ്ങിന് വേണ്ടി. ശരി. ഇതാണ് ഞങ്ങളുടെ ചർച്ച. നല്ല ബോറ് ചർച്ച. ഇന്ത്യയിലെ ഒരു ചർച്ച ആണോടാ? ഞങ്ങളുടെ ഇന്റീരിയർ ഒക്കെ കാണണം. മറ്റേ മിന്നി ലൈറ്റ് ഒക്കെ കത്തി. അതല്ല ചർച്ച എന്ന് പറയുന്നത്, കെട്ടിടമല്ല. നമ്മളെ പുതിയ നിയമം അനുസരിച്ചിട്ട് നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം, അല്ലാതെ കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. എന്നാൽ നമുക്കൊരു ഫീലിങ്സ് വരുന്നുണ്ട്. നമുക്ക് പാസ്റ്റർ തുടങ്ങിയില്ല. 9:30 ആയതുകൊണ്ടുള്ള സമയം. ആൾക്കാരും ഇല്ല, പാട്ടുകാരും ഇല്ല. ഹായ് ബ്രോ. ഇന്റർനാഷണൽ ചർച്ച് ചർച്ചിൽ പിന്നെ എന്റെ ക്ഷണപ്രകാരം ഇന്ന് ഇവിടെ ആത്മീയ കൂട്ടായ്മ കൂടാൻ വേണ്ടി വന്നിരിക്കുക. പാസ്റ്ററിന്റെ പ്രസംഗം കേൾക്കണം എന്നാണ് കേറുകാരൊന്നും വന്നില്ല ബസ്. ശരിക്കും ഞായറാഴ്ച ലേറ്റാ, സ്കിറ്റിന് ലേറ്റാ. ഇത് സമയം എല്ലാവരും ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും പോലും അവിടെ ആരാധിക്കുന്നോളൂ. ഇവിടെ ഗാലറി ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ കസേരയിൽ പാട്ട് പാടി അറിയിക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഡയലോഗ് പറയാനേ മൈക്ക് കൊടുക്കണം കേട്ടോ. ഓക്കെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. നമുക്ക് നല്ല പാട്ട് പാടാനും ഭജന കേൾക്കുവാനും എല്ലാം അദ്ദേഹം ഇടയാക്കി. എല്ലാവർക്കും സാക്ഷ്യത്തിനുള്ള സമയം തരുന്നു. ആദ്യമേ പിള്ളേർക്ക് സാക്ഷ്യം പറയാം. നമ്മുടെ ഇവിടെയൊക്കെ തിരുവല്ലയിൽ ചില നമുക്ക് മാറ്റാം. നമുക്ക് അറിയിക്കാം. ആദ്യം പാട്ട്. ഓക്കെ, നമുക്ക് അടുത്തത് സാക്ഷ്യ സമയമാണ്. പിള്ളേരാരും വന്നിട്ടില്ല, വേൾഡ് കപ്പ് ആയതുകൊണ്ടായിരിക്കും. സോ നമുക്ക് അടുത്തത് 3 പേർക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. എല്ലാവരും സാക്ഷ്യം പറയാൻ വേണ്ടി പാട്ട് പാടാതെ ഇരിക്കുക. എല്ലാവരും സാക്ഷ്യം പറയാൻ വേണ്ടി ഓർപ്പിക്കുന്നു. ഞാൻ ഇന്ന് ഈ സഭയിൽ പുതിയൊരു വിശ്വാസിയാണ്. ഞാൻ ആത്മാമാരി ഇന്റർനാഷണൽ ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്ത് ടോണിക്കുട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. പ്രത്യേകം എനിക്കൊരു വലിയ വിടുതലിൻ്റെ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽറീമിൽ ഷിഗല്ല എവിടെ നിന്ന് കിട്ടുന്നു? ഞാൻ ഷിഗല്ല മന്ത്രിയെ കുറിച്ച്, ഷിഗല്ല വൈറസിനെ കുറിച്ചൊക്കെ ഷിഗല്ല വൈറസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. ഞാൻ അതിന്റെ തലേ ദിവസം അവിടുന്ന് മന്തി കഴിച്ചതാണ്. നല്ല കുളിരായിരുന്നു എനിക്ക്. പക്ഷെ എന്നെ ദൈവം വിടുവിച്ചു. ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് താഴെ
എപ്പോഴും ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. ശിഖല്ല മന്തി. ഓക്കെ, നല്ല സഹായിച്ചു. തുടർന്ന് നമുക്ക് ഓഫറിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും പാട്ട് പാടുമ്പോൾ ഒരു ഓഫറിങ് എടുക്കുന്നതായിരിക്കും. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അടുത്ത് നമുക്ക് നന്നായിട്ട് കിട്ടി. നമുക്ക് ഓഫറിങ് എടുക്കാൻ ദൈവം സഹായിച്ചു. നമ്മുടെ മീറ്റിംഗ് എല്ലാം ഇന്നത്തെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് നമുക്ക് അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിലോട്ട് കിടക്കാം. എല്ലാ മീറ്റിംഗും ദൈവം അനുഗ്രഹിച്ചു തന്നു. തുടർന്ന് നെക്സ്റ്റ് വീക്കിലെ മീറ്റിംഗ് പറയുന്നു. ആദ്യമായിട്ട് നമുക്ക് ലേഡീസ് മീറ്റിംഗ് ആണ് ചൊവ്വാഴ്ച ഉണ്ടാവും. കോട്ടയം മീറ്റിംഗ് പിന്നെ ആരുടെ അച്ഛൻ്റെ വീട്ടിൽ വെച്ചാൽ മതിയോ? അടുത്ത ടേൺ അച്ചായന്റെ ആണ്. അല്ല, ഇത് ഇച്ചിരി അസൗകര്യമുണ്ട്. അടുത്ത ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. 2 ആഴ്ച കഴിഞ്ഞു. ഓക്കെ, 2 ആഴ്ച നീണ്ടു പോയില്ല അച്ചായ. എന്നാന്നറിയോ, വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അന്നേരം നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അയ്യോ, അവര് പള്ളിക്കാരാ. ഇരിക്കട്ടെ, അച്ഛൻ്റെ വീട്ടിൽ നടത്തിയാലോ? അല്ല, എനിക്ക് പ്രശ്നമുണ്ട്. ജോലിയാ. അച്ഛൻ്റെ പ്രശ്നമാണ്. കിട്ടിയാ. ഓക്കെ ഓക്കെ, അന്ന് ഈ ആഴ്ച നമുക്ക് കോമൺ പ്രെയർ ആണ്. എല്ലാവരും അറിയുക. സ്നാക്സ് എല്ലാവരും മേടിച്ചിട്ടില്ല. ഓക്കെ, കൊട്ടേഷൻ മീറ്റിംഗ് അങ്ങനെ നമ്മൾ കോമൺ പ്രെയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥന ആവശ്യം. സ്പീക്കർ അത് ശരിയായിട്ടുണ്ടല്ലേ? അത് അടുത്ത കമ്മിറ്റിക്ക് നോക്കാം. ട്രഷാറിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. എന്റെ പൊന്നോ, 3 മണിക്കൂർ കഴിഞ്ഞ 3 ദിവസം ഇരുന്ന പോലെ. എന്ത് ബോറാ! ഞാൻ അന്നേ പറഞ്ഞ എന്റെ ബോറാ. ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്നൊന്നും അല്ല പറയുന്നത്, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നല്ല പറയുന്നത്. പറഞ്ഞെന്താന്ന് വെച്ചാൽ അവിടെ ചിലർക്കെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നവരെ ചിലരെങ്കിലും കാണാൻ പറ്റും. ഒരു ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കാൻ വന്നതാണ്. പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കണ്ണുനീരോടുകൂടെ ആരാധിക്കുന്ന ചിലരെ നീ കണ്ടു കാണും. അതാണ് ഞങ്ങളുടെ ആരാധനയുടെ പ്രത്യേകത. ഞാൻ അന്ന് പറഞ്ഞ പോലെ നീ നല്ലൊരു ആരാധന കൂടിയിട്ടില്ല. അടുത്ത ആഴ്ച നീ ഞങ്ങളുടെ ചർച്ച വന്നു കാണിച്ചേ. എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അറിയില്ല. ഏതായാലും അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ ആരാധനയിൽ വരാം. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച എത്ര മണിക്കാ? എപ്പോഴാണ് തുടങ്ങുന്നത്? അവിടെ 9:30. 9:30. ഇതുപോലല്ല, നേരത്തെ വരണേ. കൃത്യം 9:30. ഓക്കെ. പാരമ്പര്യ സഭയിലെ ആരാധനാ രീതികളും ഉപദേശങ്ങളും ഇഷ്ടപ്പെടാത്ത ഗബ്രിയേൽ അടുത്തയാഴ്ച ടോണിക്കുട്ടനെ ഇവിടെയില്ലാത്ത എന്തോ അവിടെ ഉണ്ട് എന്ന മട്ടിൽ ന്യൂജൻ സഭയിലേക്ക് ക്ഷണിച്ചു. ടോണിക്കുട്ടനും മനസ്സോടെ അതിന് സമ്മതിച്ചു. തുടർന്ന് അടുത്തയാഴ്ച ന്യൂജൻ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. ഡിസ്ക്ലൈമർ: ഉദാഹരണമായി കാണിക്കാവുന്ന അനേക നേർക്കാഴ്ചകളുടെ രസകരമായ അവതരണമാണ് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അത് അതേ മനോഭാവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ ഹലോ. ഇതാ ഞങ്ങളുടെ ചർച്ച്. എടാ, ഇത് ഇവിടെ കറണ്ടൊന്നും ഇല്ലേ? നീ കണ്ടോ? ഇപ്പൊ സെറ്റ് ആവും. ഇപ്പൊ എല്ലാം ഞങ്ങളുടെ കാലുകൾ
Praise the Lord. Ladies and gentlemen, welcome to the Alphamari International Church. എന്ന് നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ? അതെ. ഇനി എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രഡീഷണൽ ചർച്ചുകളിൽ പാസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇവിടെ വരുമ്പോ അതങ്ങ് കളഞ്ഞേക്കണം. ഓക്കെ, കളഞ്ഞേക്കണം. ഇപ്പോൾ നിങ്ങളൊന്ന് പേടിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഇവിടെ വന്നാ സന്തോഷിക്കണം, തുള്ളണം, ആത്മശക്തിയിൽ ആരാധിക്കണം, നിങ്ങളുടെ ശബ്ദമൊക്കെ ഉയരണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആരാധിക്കുന്നത്. അതാണ് നമ്മുടെ പേര് ന്യൂജൻ സഭ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. നമുക്ക് പവറുണ്ട്. അപ്പോ തുടർന്ന് നമുക്ക് ഈ ഇന്നത്തെ ആരാധനയിൽ വചനം ശുശ്രൂഷിക്കുവാൻ ചില മാസങ്ങൾക്ക് ശേഷം, ചില നാളുകൾക്ക് ശേഷം നമ്മുടെ കർത്തൃദാസൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയയിലായിരുന്നു കർത്തൃദാസന്റെ ശുശ്രൂഷ. അവിടെ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ദൈവത്തിന്റെ ദാസനാണ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ്, അതുപോലെ ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലനും പ്രവാചക ശുശ്രൂഷകനുമായ Reverend Dr. Guru George on the stage. ഏറ്റെടുത്താൽ വിടുത്, ഏറ്റെടുത്താൽ വിടുത്, ഏറ്റെടുത്താൽ വിടുത്, ഏറ്റെടുത്താൽ വിടുത്. ഓ പവർ, പവർ. ഇന്നത്തെ ദിവസയുടെ പവർ പകരാൻ പോവുകയാണ്. തീയാടി കത്താൻ പോവുകയാണ്, പൊട്ടിച്ചിതറാൻ പോവുകയാണ്. ഓ പവർ, പവർ, പവർ. ഓ പവർ, പവർ, പവർ. ഓ പവർ, പവർ, പവർ. ഓ പവർ. നാളെ കത്തട്ടെ. ഓ പവർ. ഇന്നത്തെ ദിവസം ഇവിടെ തീ കത്തിക്കാൻ പോവുകയാണ്. കത്തട്ടെ. ചാടാൻ പറ്റുന്നവർ ചാടട്ടെ, തുള്ളാൻ പറ്റുന്നവർ തുള്ളട്ടെ, പറയാൻ പറ്റുന്നവർ ഏതാണ് പുതിയ പൈതൽ? അത് നമ്മുടെ പുതിയ പയ്യന്റെ കൂടെ വന്നത്. ഒറ്റ നോക്കാൻ വന്നാൽ ഓക്കെ ഓക്കെ. മകനെ കിടന്നൊരു ഗുഡ് ബോയ്. ഇന്നത്തെ ദിവസം ഇവിടെ അവർ വിടുതൽ കത്താൻ പോവുകയാണ്. സൗഖ്യം തരും. സൗഖ്യത്തിന് സമയമായിട്ടില്ല. കാത്തിരിക്കൂ പൈതലേ, നിനക്കുള്ള വിടുതൽ എന്റെ മക്കളുണ്ട്. ഓക്കെ, അവനെ വളരെ മോശമാണ്. ഇന്നൊരു വിടുതലിന്റെ ദിവസമാണ്. ഇന്നൊരു വിടുതലിന്റെ ദിവസമാണ്. അവനുള്ള വിടുതൽ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റെടുക്കൂ പൈതലേ, ഏറ്റെടുക്കൂ പൈതലേ, ഏറ്റെടുക്കൂ പൈതലേ. മാസ്റ്റർ എന്നെ തൊടണം. കാത്തിരിക്കൂ പൈതലേ, നിന്നെ ഞാൻ തൊടും, നിന്നെ ഞാൻ തൊടും. നിനക്കുള്ള സൗഖ്യം എന്റെ മക്കളുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ അടിയൻ പല രാജ്യങ്ങളിലായി നടന്ന് എന്നെ പൊക്കി പറഞ്ഞ് ഞാൻ മടുത്തു. ഞാനാണ് മെയിൻ. അവരാണ് നമുക്ക് മെയിൻ. കത്തിക്കണ്ടേ നമുക്കിവിടെ. കത്തും ഇന്ന് കത്താൻ പോകുന്നേ ഉള്ളൂ. ഓ, കഴിഞ്ഞ നാളുകളിൽ ലോകത്തിന്റെ പല മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചു. വെള്ളത്തിലും കരയിലും ആകാശത്തുമായി പല മാർഗങ്ങളിൽ ഞാൻ മാറി സഞ്ചരിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടാനിടയായി. കൊയിലാണ്ടിയിൽ കിടന്ന എന്നെ അങ്ങ് യുഎസിൽ കൊണ്ടുപോയ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കൂ നിങ്ങൾ, കാണൂ നിങ്ങൾ. നിങ്ങൾക്കായി ഒരു ചിത്രം
ചിത്രം. ഇതാ നിങ്ങൾക്കായി ഒരു ചിത്രം. ഇതാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓ പവർ, ഇതാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. ഓ US പ്രസിഡന്റ് ആയിരിക്കുന്ന ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടുവാൻ ഇടയായി. അനേക സമയം ദൈവത്തെ പറ്റി സംസാരിക്കുവാനും US ഒരു കൺവെൻഷൻ നടത്തുവാനും ഞങ്ങൾ തമ്മിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ പവർ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഡൊണാൾഡ് ട്രംപിൽ നിന്ന് കിട്ടിയ ഒരു കോണ്ടാക്റ്റിനാൽ എനിക്ക് പെട്ടെന്ന് റോമിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടതായി വന്നു. എന്തിനാണ് ഞാൻ റോമിൽ പോയത് നിങ്ങൾക്കറിയാമോ? കാണൂ, നിങ്ങൾ കാണൂ. ഇതാണ് സാക്ഷാൽ പോപ്പ്. ഇതാണ് സാക്ഷാൽ പോപ്പ്. നിങ്ങൾ ഓരോരുത്തർക്കും അറിയാതിരിക്കുമല്ലേ? ഇദ്ദേഹത്തെ അറിയത്തില്ലാത്തവർക്ക് ഇതിലും വലിയ സർപ്രൈസ് പിന്നാലെ വരുന്നുണ്ട്. ഓ ഇതാണ് സാക്ഷാൽ പോപ്പ്. ഇദ്ദേഹത്തെ കാണുവാനും അനേക സമയം വാഗ്വാദത്തിൽ ഏർപ്പെടുവാനും അനേകം ഉപദേശങ്ങൾ നൽകുവാനും എനിക്ക് കൃപയുണ്ടായി. അങ്ങനെ എന്റെ ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹം അടുത്ത മാസം 25-ാം തീയതി നമ്മുടെ ചർച്ചിൽ വരാമെന്ന് ഇതിലും വലിയ ഒന്നിനെ വരാനിരിക്കുന്നു. തിരിച്ചുള്ള എന്റെ യാത്രാ മധ്യേ ഒരു വ്യക്തിയെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വ്യക്തിയാണ്. എനിക്ക് അത്ര സുപരിചിതനല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണുവാനിടയായി. സാധു മനുഷ്യൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, സൽസ്വഭാവി, അനേകം ദൈവദാസന്മാരെ കരുതുന്ന വ്യക്തി. പല രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കമ്പനികൾ വ്യാപിച്ച് കിടക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വെള്ളത്തിൽ വെച്ചല്ല, കരയിൽ വെച്ചല്ല, ആകാശത്തിൽ അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി അനേക നിമിഷങ്ങൾ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഇനി അടുത്ത കൺവെൻഷൻ ബഹിരാകാശത്താണോ? 2030 നടക്കാൻ പോകുന്ന ബഹിരാകാശത്തിൽ വെച്ച് നടക്കുന്ന പുതിയ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നൽകുവാൻ സാക്ഷാൽ എലോൺ മസ്ക് ക്ഷണിച്ചിരിക്കുന്നു. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. ഇതാണ് വിജയത്തിന്റെ നിമിഷം, ഇതാണ് വിജയത്തിന്റെ നിമിഷം. നിങ്ങളിത് കാണുക. ഇനി ഇവിടെ തീ കത്താൻ പോവുകയാണ്. ആളി കത്തും. ആളി കത്താൻ പോവുകയാണ്. തിരിച്ചു വരുന്ന എന്റെ ഡൽഹിയിൽ ഒരു നിമിഷം ഇറങ്ങേണ്ടതായി വന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ മാസം ഞാൻ നൽകിയ ദൂത്? നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി തന്റെ സ്ഥാനം രാജിവെച്ച് മാറാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾ നൽകിയിരുന്നു. ഓർമ്മയുണ്ടോ പ്രിയമുള്ളവരെ? ഓർമ്മയുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ വരുന്ന വഴി ജന്തർ മന്ദിറിൽ ഇറങ്ങുവാൻ, അവിടെ സമരത്തിൽ അനുകൂലിക്കുന്നവരോട് എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇടയായി. ചില ദൃശ്യങ്ങൾ ജന്തർ മന്ദിർ സമീപത്തോട് ഉള്ള പ്രതിബദ്ധത ഊട്ടിക്കാണിക്കുവാൻ വേണ്ടി അനേക നിമിഷങ്ങൾ അവിടെ ചിലവഴിക്കുവാൻ ഇടയായി. അനേക നിമിഷങ്ങൾ അവിടെ ചിലവഴിച്ചു. അങ്ങനെ എന്റെ ദൂത് സഫലമായിരിക്കുന്നു പ്രിയമുള്ളവരെ. മന്ത്രി രാജിവെച്ച് പുറത്തുപോയി. നമ്മളെ പോലെയുള്ള യുവജനങ്ങളുടെ ശക്തിയാൽ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. പവർ 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 പവർ. തിരിച്ചു വരുന്ന യാത്രാമധ്യേ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിനായി ഞാൻ കുറച്ചു സമയം ധ്യാനിക്കുമ്പോൾ കർത്താവിനെ തലോടി, എന്നെ തൊട്ടു, എന്നെ ഉമ്മ വെച്ചു. എന്നോട് പറഞ്ഞത് എന്തെന്താ? നിങ്ങൾക്ക് കേൾക്കണോ?
എന്നോട് സംസാരിച്ചത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കേൾപ്പിക്കണ്ടേ? എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണ്ടേ? നിങ്ങൾ വിശ്വസിക്കണ്ടേ? Yes, ഞാൻ കേൾപ്പിക്കാമത്. പ്രിയമുള്ളവരെ, കേക്കൂ കേക്കൂ കേക്കൂ. പക്ഷേ മറ്റേ 5 പേർക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. സോറി സാധനം ഒരു നിമിഷം. മകനെ, ഞാൻ നിനക്ക് വേണ്ടി വലിയൊരു പ്രവൃത്തി അയക്കുകയാണ്. അടുത്ത മാസം 15-ാം തീയതി നിനക്ക് വേണ്ടി ഒരു ആലയം പണി ആരംഭിക്കും. നിനക്ക് വേണ്ടി ജനത്തിന്റെ ഹൃദയത്തെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ലക്ഷങ്ങളല്ല, 10,000-ങ്ങളല്ല, കോടികൾ നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇന്നു മുതൽ ആ പ്രവൃത്തിയെ ഞാൻ ആരംഭിക്കുകയാണ്. ഓ, കേട്ടല്ലോ പ്രിയമുള്ളവരെ, കർത്താവ് എന്നോട് സംസാരിച്ചത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് നൽകാം. എനിക്ക് വേണ്ടി ഒരു വലിയ ആലയം പണിയേണ്ടതായുണ്ട്. നമുക്ക് ഒന്നിച്ച് കൂടുവാനും സ്റ്റീഫൻ ദേവസിയെ പോലുള്ള ഒരു കീബോർഡ് വായിക്കുവാനും ഡ്രം വായിക്കുവാൻ ശ്രീഹരി കുമ്പളദേവ തിയേറ്റർ പണിയേണ്ടിയിരിക്കുന്നു. സൗണ്ട് പ്രൂഫ് ആയത് നല്ല ഇടിച്ചു നിൽക്കുന്ന ആലയം നമുക്ക് ആവശ്യമാണ്. അതിനായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും, നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 1000, 10,000 ലക്ഷമായി എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു തരേണ്ടതാണ്. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. ഏറ്റെടുത്താൽ നിങ്ങൾക്ക് വിടുതൽ. ഏറ്റെടുത്താൽ ഗൂഗിൾ പേ തുറക്കാത്തവരെ നിങ്ങൾ ഓർത്തോളുക. നിങ്ങൾക്കുള്ളത് വരും, പുറകെ വരും. കാത്തിരിക്കുക. ഗൂഗിൾ പേ തുറന്നോ? എന്റെ UPI ID ഇല്ലാത്തവർക്കായി QR കോഡ് നമ്മൾ ആലയത്തിന് പുറത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ സുരക്ഷിതമായ കരങ്ങൾ നീട്ടാവുന്നതാണ്. സ്കാനറുകൾ തുറന്ന് സ്കാൻ ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവര്, ഇന്ന് പകൽക്കാൽ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഇനി സൗഖ്യത്തിനുള്ള സമയമാണ്. വിടുതൽ വ്യാപരിക്കട്ടെ. എല്ലാരും ആരാധിക്കും. പവർ വരട്ടെ. ഞാനൊരു വ്യക്തിയെ ഇവിടെ കാണുന്നു. സുധീഷേ, മോനെ, ഇത് നിനക്കുള്ള ദൂതാണ്. ഏറ്റെടുത്താൽ നിനക്ക് വിടുതൽ. പാട്ട് പാട്. ഓ സുധീഷേ, ഇത് നിനക്കുള്ള ദൂതാണ്. ഏറ്റെടുത്താൽ നിനക്ക് വിടുതൽ. നിന്നെ ദൈവം പറിച്ച് എറിയാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, സുധീഷേ, നീ കാത്തിരുന്നു. നിന്നെ അനേക സ്റ്റേജുകളിലേക്ക് ദൈവം പറിച്ചെറിയാൻ പോവുകയാണ്. നീ അനേകം പേർക്ക് ഫയർ കൊടുക്കുന്ന ഒരു ഫയർമാനായി മാറും. പ്രിയമുള്ളവരെ, സുധീഷേ, നിന്റെ വിടുതൽ എന്റെ പക്കലുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പ് QR കോഡുമായി വന്നാൽ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നതാണ്. ഇനിയൊരു സൗഖ്യത്തിനുള്ള നിമിഷമാണ്. സൗഖ്യമില്ലാതെ വലയുന്ന ഒരു പൈതൽ, പൈതലിനെ ഞാൻ ഇവിടെ കാണുന്നു. എവിടെയവൻ? മകനെ, അവിടെ നിൽക്കൂ. ശാന്തനാക്കൂ. എന്ത് പറ്റി മകനെ? എന്ത് സൗഖ്യമാണ്? ഈ മകന് 2 ചെവിയും കേൾക്കത്തില്ല. 2 ചെവിയും കേൾക്കത്തില്ല. വളരെ മോശമാണ്. അവന് 100 രൂപ കുറച്ച് കൊടുത്താൽ നിനക്കുള്ള സൗഖ്യം ലഭിച്ചിരിക്കുന്നു. നിന്റെ പൊട്ടച്ചവി തുറന്നിരിക്കുന്നു. നീ കേൾക്കും. നീ എല്ലാം കേൾക്കും. ഓ, പവറേ. ഒരു സ്ത്രീ ഇവിടെ ഉണ്ടല്ലോ. എന്തിയാ സ്ത്രീ? ഓ, എലീന. പവറേ.
എലീന 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 ഒന്ന് എഴുന്നേക്കാം, ഒന്ന് എഴുന്നേക്കാം, എലീന ഒന്ന് എഴുന്നേക്കാം. എന്താണ് മോളുടെ പ്രശ്നം? ഒരു വിഷമത്തോടെ ഇവിടെ കടന്നിട്ട് എനിക്കറിയാം. പക്ഷേ അല്ല, കണ്ണൊക്കെ കാണാം, പക്ഷെ അതല്ല. ഓ, അടുത്ത വെള്ളിയാഴ്ച ഈ ഭവനത്തിന്റെ ജപ്തി നടക്കുകയാണ്. ജപ്തി. ജപ്തി നടക്കുകയാണ്. സന്യാസി. അതെ, അതെ. ജപ്തി നോട്ടീസ് കൊണ്ടുവരാൻ മറന്നുപോയല്ലേ? ഓക്കേ. ഓ, പവർ പവർ കത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നതിലും അപ്പുറമായ വെളിപ്പെടാൻ പോകുന്നത്. കാത്തിരിക്കൂ കാത്തിരിക്കൂ കാത്തിരിക്കൂ. ജപ്തി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ കരുതും. ആ ജപ്തി നോട്ടീസ് എവിടെ? ജപ്തി നോട്ടീസ് എവിടെ? കൊണ്ടുപോയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജപ്തി നോട്ടീസ്. ജപ്തി നോട്ടീസ് ഇവിടെ ഇല്ല. വേണ്ട, മതി മതി. ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ. അവർ വരട്ടെ, അവർ വരട്ടെ. ഓ, ബാങ്കിന്റെ രേഖകളിൽ നിന്ന് ഞാൻ ആ ജപ്തി നോട്ടീസ് മകളെ, നീ ഒന്നും പേടിക്കണ്ട. നിന്റെ ജപ്തി നോട്ടീസ് എറേസ് ചെയ്തിരിക്കുന്നു. വെള്ളിയാഴ്ച നിന്നെ ആരും രണ്ട് സഹോദരിമാർ ചിരിക്കുന്നു. രണ്ട് സഹോദരിമാർ ചിരിക്കുന്നു. സഹോദരി സഹോദരി രണ്ട് സഹോദരിമാർ ചിരിക്കുന്നു. സഹോദരി, ഞാനൊരു യൂണിഫോം കാണും. യൂണിഫോം ഞാൻ കാണുന്നു. യൂണിഫോം എഴുന്നേൽക്ക് സഹോദരി, എഴുന്നേൽക്കാം. ഞാനൊരു യൂണിഫോം കാണും. ഷൈജി എന്നാണ് പാസ്റ്റർ പേര്. ഓ, ഷൈജി. ഓ, ഷൈജി. 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 ഓ, ഷൈജി. ഓ, ഷൈജി. എഴുന്നേക്കാൻ വളരെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സൗകര്യം എന്റെ മക്കളുണ്ട്. ഷൈജി ഷൈജി ഷൈജി. ഓ, യൂണിഫോം യൂണിഫോം. ഹസ്ബൻഡ് പട്ടാളത്തിലാണോ? അല്ല അല്ല പവർ കത്തട്ടെ, പവർ കത്തട്ടെ. വിടുതലാണ് വ്യാപരിച്ചത്. എഴുന്നേക്കാൻ കുറുകിപ്പോയ മുട്ടുകൾ ഇപ്പം നിവർന്നില്ലേ? ഓ, ഇനി നീ തുള്ളും, ഇനി നീ ചാടും, ഇനി നീ പറക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച വലിയൊരു വിടുതൽ നീ സംഭവിക്കുകയാണ്. വിടുതലിന്റെ സാക്ഷ്യം. മോട്ടിവേഷൻ. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് തന്റെ സൗഖ്യമില്ലാത്ത പല്ലുകൾക്ക് ലെവലാക്കാൻ കമ്പി. കമ്പി. ഓ, നിവരട്ടെ നിന്റെ വല്ലികൾ, നിവരട്ടെ നിന്റെ വല്ലികൾ. ഓ, പവർ 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 പവറേ. ഓ, പവർ 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 പവർ. ഓ, പവർ പവർ പവർ. ഇനി കത്തും, ഇനി ഇവിടെ ആളിക്കത്തും. ഇനി നമ്മൾ സ്ക്രിപ്റ്റിൽ ഇനി നമുക്ക് വേണമെന്നുണ്ട് 2 വിടുതൽ നൽകിയേക്കാം ഓഡിയൻസിൽ. രണ്ടെണ്ണത്തിനെ പറപ്പിച്ചേക്കാം. ബൈക്കുകൾ വേണം അതിന്. മകനെ, നിനക്ക് എന്ത് വിടുതലാണ് വേണമെന്ന് പറയുന്നത്? മാസ്റ്റർ, എനിക്ക് മുട്ടിലെ 2 ദിവസമായി നല്ല വേദന. ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മുട്ടിന് വേദന തുടങ്ങി. ഇനി അടുത്ത ഫുട്ബോൾ കളിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മാസ്റ്റർ തൊട്ടാ സൗഖ്യമാവും. നിന്റെ ഫുട്ബോളിൽ കൂടോത്രം ചെയ്ത് നിന്നെ തൊഴിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ തൊടട്ടെ? ഞാൻ തൊട്ടാ നീ പറക്കു വിടുന്നു. വിശ്വാസമുണ്ടോ മകനെ? വിശ്വാസമുണ്ടോ മകനെ നിനക്ക്? ക്രിക്കറ്റ് കളിക്കണം, നീന്തണം. ഓ, നീ പറക്കുന്നു, നമ്മൾ ചാടുന്നു. ഓ, പവർ 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 പവർ. വിടുതൽ കിട്ടി. അടുത്ത സാക്ഷ്യം നിന്റേതാണ്. അടുത്ത ആഴ്ച നീ വരണം. അപ്പൊ എത്ര മണിക്കാ? ഓ, ജനത്തിന്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ അഭിഷക്തൻ ഇറങ്ങി വരികയാണ്.